ഇവിടെ പോലീസ് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതായത് അങ്ങനെ നിയമമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ മൂവ് ചെയ്താൽ പൊതുവെ അറസ്റ്റ് ചെയ്യാറില്ല എന്നൊരു സമീപനം എടുക്കാറുണ്ട്. അതുപോലെ സുപ്രീം കോടതിയും കഴിഞ്ഞു വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുകയാണോ കേരള പോലീസ്? എന്ത് തോന്നുന്നു? അങ്ങനെയല്ലേ നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയും. കാരണം ഇപ്പം രാഹുൽ ഈശ്വരനെ അറിയാം സിദ്ദിഖ് എവിടെയാണെന്ന്. സിദ്ദിഖിൻ്റെ ആളുകൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ ആണായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ നിങ്ങളിലെല്ലാവരും പറഞ്ഞു, ഞാൻ ഇന്ന് ആവർത്തിക്കണില്ല, ഇന്ന് വെളുപ്പിനാണ് സിദ്ദിഖ് ഈ പറഞ്ഞ സ്വന്തം വീടുകളിൽ നിന്ന് മാറിയിരിക്കുന്നത്. അതും എയർപോർട്ട് വഴി സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ല. അപ്പം ഇനി കാറ് വഴി ഇപ്പം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കാറ് വഴി പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ പോകുന്ന സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനം കേരള പോലീസിനുണ്ടെങ്കിൽ അതെപ്പോഴേ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ. നമുക്കറിയാലോ, ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും. പക്ഷെ തീരുമാനം എടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് സിദ്ദിഖിന് ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരവസരം ഉണ്ടായത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ സിദ്ദിഖ് സുപ്രീം കോടതി കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് വരട്ടെ എന്നുള്ള സാവകാശം കൊടുത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ തപ്പണ് ഇവിടെ തപ്പണ്, പോലീസുകാർ അവിടെ ഓടണോ എങ്ങനെ അവിടെ ഇവിടെ ഓടിയിട്ട് കാര്യമില്ലല്ലോ, പോയ വഴി. പിന്നെ സാങ്കേതികവിദ്യയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ഈ ഫോൺ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആളെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ നാട്ടിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോടും രാഹുലിന് എതിർത്ത് സംസാരിക്കാനും രാഹുൽ അതിനെ ആൾക്കെതിരായിട്ട് സംസാരിക്കും. പക്ഷേ രാഹുൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് രാഹുൽ ഉണ്ടായ ഈ സമയത്തൊക്കെ സിദ്ദിഖിൻ്റെ കൂടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് രാഹുലിന് പറയാൻ കഴിയുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്? രാഹുൽ ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഒരു കുട്ടിക്കെതിരായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ റേപ്പ് നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. രാഹുൽ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല, രാഹുലിന് ആ സമയത്ത് അതറിയില്ല. അതുമാത്രമല്ല, ഈ സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി ഫേസ്ബുക്കിലിട്ടപ്പോഴും അപ്പോൾ ഈ പരാതി പറഞ്ഞപ്പോഴും ഇപ്പോൾ ഫേസ്ബുക്കിലിട്ടതിനെ കുറിച്ചാണ് രാഹുൽ പറയണം. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത്രയും അത് രാഹുലിനൊന്നും മനസ്സിലാവില്ല അഭിലാഷ്. ഒരു സ്ത്രീകളെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിന് വിധേയമായത്. അതുണ്ടാക്കുന്ന മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് രാഹുലിന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ ഇരുന്ന് ആ സ്ത്രീനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടായ ആ സ്ത്രീയെ സംബന്ധിച്ച് എന്നിട്ടും അവർ അത് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ സിദ്ദിഖ് DGPക്ക് സർക്കാരിനെ കൊടുത്തൊരു പരാതിയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതിൽ സിദ്ദിഖ് പറയുന്ന കാര്യം എന്താ? ആ കുട്ടിയെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, നിള തിയേറ്ററിലായിരുന്നു എന്നൊക്കെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വാല്യൂ വരുന്നത്. അവർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻ്റ് എന്ന രീതിയിൽ കോടതി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര ഗൗരവമുള്ളത്! റേപ്പല്ലേ? റേപ്പാണ്. ആ റേപ്പ് നടന്നില്ല എന്ന് പറയാൻ രാഹുൽ അവിടെ ഉണ്ടായിരുന്നോ? സിദ്ദിഖ് പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ ഞാൻ ഈ കേസ് മുഴുവൻ പഠിച്ചു. എന്ത് പഠിച്ച്? ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, അമ്മയും പെങ്ങന്മാരുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കാൻ ഈ സിദ്ദിഖിന് എതിരായിട്ട് അനുകൂലമായിട്ട് സംസാരിക്കാൻ രാഹുൽ വരില്ല. മനസ്സിലായ? കാരണം അത്രയും മോശമായിട്ടുള്ള റേപ്പിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ആ കേസ് കാണാനായിട്ട് രാഹുലിന് പറ്റുന്നില്ല, ആ വാചകങ്ങൾ കാണാനായിട്ട് രാഹുലിന് പറ്റുന്നില്ല. രാഹുൽ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ചെയ്തിട്ടില്ല എന്നൊരാൾ അങ്ങോട്ട് പറഞ്ഞ് സിദ്ദിഖിനെ ഈ രീതിയിൽ എനിക്കിപ്പോൾ സിദ്ദിഖ് പ്രതിയാണെന്നൊന്നും ഞാൻ പറയില്ല. കോടതി നിശ്ചയിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ആ കുട്ടിക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നത് ആള് ഈ ആദ്യമല്ല പറയുന്നത്.